ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജനറൽ സർവീസായിട്ടാണ് കയറിയാണ്. 40,700 കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി സർവീസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റേണ്ട ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. വീലിൻ്റെ ആക്സിലൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെയറിങ് കാര്യങ്ങൾ വേറെ, ഗിയർ ബോക്സ് ബെയറിങ് വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ ക്ലച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് വയ്ക്കുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും എയർ ഫിൽറ്ററിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴും എയർ ഫിൽറ്റർ മാറ്റി നമ്മൾ പുതിയത് സെറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഓടുന്ന ഏരിയയുടെ അനുസരിച്ചിട്ട് ചിലപ്പോൾ അതിന് മുമ്പും മാറ്റേണ്ടി വന്നേക്കും. കാരണം വെച്ചാൽ അതിനകത്ത് ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ അറിയാം, നമുക്ക് പൊടി കയറിയിട്ട് അത്യാവശ്യം ആ ഫിൽറ്റർ ഭാഗമൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്റർ ഉള്ളൂ. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ് കൂടി മാറ്റി പോകേണ്ടതാണ്. അത് രണ്ടും കൂടിയിട്ട് ആണ് സാധാരണ രീതിയിൽ മാറ്റേണ്ടി വരാം. ക്ലച്ചിനകത്ത് ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് ശരിക്കും എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ തേമാനമുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഏകദേശം ഒരു 50,000 അടുത്ത് ആയിട്ടുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ആ രീതിയിലുള്ള തേമാനമുള്ളൂ. അല്ലെ കംപ്ലയിൻറ്റ് എന്ന് പറയാവുന്നൊരു കണ്ടീഷനിലേക്കൊന്നും ആയിട്ടില്ല. വേരിയേറ്റർ ബോഡിക്കൊക്കെ ചെറിയ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലം അതൊന്നും ചെയ്യേണ്ട, നമുക്ക് അങ്ങനെ തന്നെ നിലനിർത്താം. പിന്നെ ബാക്കിലത്തെ ഈ ക്ലച്ച് പുള്ളി ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കാരണം അത്യാവശ്യം നമുക്ക് തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് കണ്ടതുകൊണ്ട് തന്നെ നമ്മളത് അഴിച്ചിട്ടുണ്ട്. കാരണം തന്നെയല്ല, നമുക്കത് വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ പിന്നുകളും ഈ പിന്നും അതിൻ്റെ ഈ റോളറും കാര്യങ്ങളൊക്കെ മാറ്റിയിടണം കേട്ടോ. അത് എനിക്ക് തോന്നുന്നു എല്ലാം കൂടിയിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 100 താഴെ 66 അങ്ങനെ കണ്ടാണ് റേറ്റ് വന്നുള്ളൂ. 3 പിന്നും 3 റോളറും കൂടി ഏകദേശം ആ റേഞ്ചേ വരുള്ളൂ. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്യാം. ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന ഭാഗമായാലും നമ്മൾ നോക്കിയിരുന്നു. വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ഓക്കെയാണ് കേട്ടോ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ഇവിടെ പൊട്ടൽ വീണ് തുടങ്ങിയിട്ടുണ്ട്. തന്നെയല്ല ചില ഭാഗങ്ങൾ ഇതൊക്കെ നല്ല രീതിയിൽ പൊട്ടുണ്ട് ഈ സൈഡ് ഇതുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് അടുത്ത സർവീസ് വരെ ചിലപ്പോൾ കിടന്നൊന്നും വരില്ല. കാരണം അതിനിടയിൽ ചിലപ്പോൾ ഒരു പക്ഷേ പൊട്ടിപ്പോയേക്കാം. അപ്പോൾ പൊട്ടി വഴിയിൽ പെടുന്നൊരു സിറ്റുവേഷൻ വരും. തന്നെയല്ല നമുക്ക് 50,000 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. 40,700 ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുണ്ട്. സാധാരണ 30,000 ഒക്കെ ആകുമ്പോഴാണ് കോമൺ ആയിട്ട് നമുക്ക് മാറ്റേണ്ടി വരാറ്. ചില കേസിലായിരിക്കും നേരത്തെയും മാറ്റേണ്ടി വരാറുണ്ട് കേട്ടോ ബെൽറ്റ്. അപ്പോൾ ബെൽറ്റ് മാറ്റി പോകണമാണ് ബെറ്റർ. പിന്നെ നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13.8 ആ റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് കേട്ടോ. അത്യാവശ്യം നല്ല വോൾട്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചതാണ്. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വണ്ടി വർക്കിന് കയറിനേക്കാളും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിരുന്നു. അപ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളത് നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു കേബിള് കട്ട് ചെയ്തിട്ടേക്കാണ് ഈ സൈഡ് ഇതുണ്ടോ. അപ്പോൾ രണ്ടാമത്തെ ഈ കേബിളായാലും നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ BS6 മോഡൽ വരുമ്പോൾ 2 കേബിൾ വരാം. ഇപ്പോൾ ഏകദേശം 2ൻ്റെയും കാലാവധി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ കൂടെ മാറ്റി പോണതായിരിക്കും നല്ലത്. ഇതിക്ക് മുമ്പ് പ്രാവശ്യം കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഇവിടുന്ന് കേബിൾ കട്ട് ചെയ്തതാണ് കേട്ടോ. ഇപ്പം നിലവിൽ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിക്കും. നമ്മൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയേക്കണ കാരണമാണ് ഫ്രണ്ടും കൂടി നമ്മളൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തും. ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഇത് പുതിയ ടയറാണ് കിടക്കണേ. മറഫിൻ്റെ തന്നെ സാപ്പർ മോഡലാണ്. റൊട്ടേഷനൊക്കെ കറക്റ്റാണ്. അല്ലെങ്കിൽ വേറെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. ശരിക്കും ആ മോഡൽ തന്നെയാണ് നമുക്ക് ടയർ വേണ്ടത്. ബാക്കിലും നമുക്ക് അതേപോലത്തെ ഡിസൈൻ തന്നെയാണ് ശരിക്കും ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിനേക്കാളൊക്കെ ബെറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വണ്ടിക്ക് മൈലേജ് കിട്ടാനും കുറേ കൂടി നല്ലത് അത് തന്നെയാണ്. റൊട്ടേഷനുള്ള ടയർ തന്നെയാണ് നമുക്ക് ഇടേണ്ടത്. ട്യൂബ്ലെസ്, ഇതും ട്യൂബ്ലെസ് തന്നെയാണ് കിടക്കണം. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഡിസൈൻ ബേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ടയറാണ് കുറേ കൂടി ബെറ്റർ കേട്ടോ. എൻജിൻ ഓയിൽ നിലവിൽ നോക്കിയിരുന്നു, ചെക്ക് ചെയ്തിരുന്നു. കംപ്ലയിൻ്റ് ഒന്നുമില്ല, നല്ല ഓയിലാണ്. സ്പാർക്ക് പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു. അതായത് എയർ ഫിൽറ്റർ മാറ്റും ആ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് പ്ലഗും മാറ്റി വിടേണ്ടത്. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് മെയിനായിട്ടുള്ളത്. അതിന് പുറമെ ചെയ്യേണ്ടി വന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിളാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ എയർ ഫിൽറ്റർ, പ്ലഗ്, അതേപോലെ തന്നെ ബാക്കിലെ ബ്രേക്ക് ഷൂ, അത്ര ഐറ്റംസാണ് നമുക്ക് പാർട്സായിട്ട് മാറ്റേണ്ടി വരാം. പിന്നെയുള്ളത് ആക്സിലേറ്റർ കേബിളാണ്. ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കാണിക്കുന്നതുകൊണ്ട് നമ്മളത് ഇൻഫോം ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ അടക്കം മാറ്റുന്ന ഒരു എസ്റ്റിമേറ്റ് നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് വേണം നമുക്ക് അതനുസരിച്ച് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. മാക്സിമം നേരത്തെ വൈകാത്ത രീതിയിലൊന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ.